പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് നടക്കുകയാണ്. പരസ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ സമാപിച്ചു കഴിഞ്ഞു. ഇന്ന് വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. എന്തു തന്നെയായാലും ബംഗാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. അതേസമയത്ത് തനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന് മമത വിശ്വസിക്കുന്നു. മമത താനാണ് യഥാർത്ഥ ബംഗാളി സംസ്കാരത്തിന്റെ പ്രതീകമെന്ന് അവർ പറയുന്നു. ജയ് ബംഗ്ല എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടി എന്ന രീതിയിലാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണയിൽ വ്യത്യസ്തമായിട്ട് മമതാ ബാനർജിയുടെ മുമ്പ് കാലത്ത് അനുയായിയായിരുന്ന സുവേന്ദു അധികാരിയാണ് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് BJPയുടെ മുഖം. ഒരു ബംഗാളി മുഖം തന്നെയാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, മമതാ ബാനർജിയെ ഇത്തവണ അവരുടെ തട്ടകത്തിൽ തന്നെ പോയി എതിർക്കുകയാണ് സുവേന്ദു അധികാരി ചെയ്യുന്നത്. ഭവാനിപൂരിൽ മമതാ ബാനർജിക്കെതിരായ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 142 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും BJPക്ക് നേരത്തെ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളല്ല. പക്ഷെ അവിടുന്ന് ഒരു 70 സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. കൊൽക്കത്തയിൽ തന്നെ നോർത്ത് കൊൽക്കത്ത, സൗത്ത് കൊൽക്കത്ത, അതുപോലെ തന്നെ 24 നോർത്ത് പർഗനാസ്, 24 സൗത്ത് പർഗനാസ്, അതുപോലെ തന്നെ ഹുഗ്ലി, പൂർബ ബർധമാൻ, അതുപോലെ തന്നെ ഹൗറ, നാദിയ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതാണ് 142 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ വലിയ തോതിൽ മമതാ ബാനർജിയുടെ പാർട്ടിയാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ തങ്ങൾക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഇതിൽ തന്നെ 53 മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടുള്ള, അതായത് 142 മണ്ഡലങ്ങൾ 53 മണ്ഡലങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഒരിക്കലും BJPക്ക് ജയിച്ചു കയറാൻ കഴിയില്ല എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം. അതേസമയത്ത് BJP പ്രകടിപ്പിക്കുന്നത് ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അതായത് ഇതുവരെ ഭദ്രലോക് ആളുകളുടെയൊക്കെ ഒരു തട്ടകമായിരുന്നു. അതായത് കൽക്കത്തയും തൊട്ടു സമീപമുള്ള പ്രദേശങ്ങളും. ഈ പ്രദേശങ്ങളൊക്കെ തന്നെ BJPക്ക് വളരെ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ BJP തങ്ങളുടെ ശക്തി ഈ സ്ഥലങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. നേരത്തെ വോട്ടർമാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. വലിയ തോതിൽ അക്രമങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ തന്നെ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിശക്തമായ കേന്ദ്ര സേനയുടെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ അക്രമങ്ങളൊക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ജഹാംഗീർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് MLA അദ്ദേഹം ആളുകളെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് അവിടെ കേന്ദ്രസേന നേരിട്ട് എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. 2321 കമ്പനി കേന്ദ്രസേനയാണ്. അതായത് ഏതാണ്ട് 2.4 ലക്ഷം CRPF ഭടന്മാരാണ് ഇപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. അവർ ഏതാണ്ട് 2 മാസം കൂടി അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള അക്രമങ്ങളൊക്കെ നടക്കാറുണ്ട് ബംഗാളിൽ. അത് നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കേന്ദ്രസേനയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ 8ഉം 9ഉം ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഗുണ്ടകൾക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. ഇത്തവണ ആകെ 2 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഗുണ്ടകളെ അടിച്ചമർത്തിയതൊക്കെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാം റൗണ്ടിൽ 92.8% പോളിംഗ് ആണ് നടന്നത്. അതേ രീതിയിലൊരു പോളിംഗ് ഇത്തവണയും നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ജയിക്കാൻ പറ്റാത്ത 102 മണ്ഡലങ്ങൾ പശ്ചിമ ബംഗാളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 294 മണ്ഡലങ്ങളിൽ ഒരിക്കലും BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ, അതായത് 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി സെഗ്മെന്റുകളിൽ ലീഡ് നേടാൻ കഴിയാത്ത 102 മണ്ഡലങ്ങളുണ്ട്. അതേസമയത്ത് 54 മണ്ഡലങ്ങൾ BJP 3 തെരഞ്ഞെടുപ്പിലും മുമ്പിൽ വന്നിരുന്നു. 38 മണ്ഡലങ്ങൾ 2 തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വന്നിരുന്നു. 50 മണ്ഡലങ്ങളിൽ ഒരു തവണ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു. അങ്ങനെ 142 സീറ്റ് എപ്പോൾ വേണമെങ്കിലും BJPക്ക് ജയിക്കാവുന്ന സീറ്റുകളാണ്. പക്ഷേ BJP ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത കൽക്കത്ത പ്രസിഡൻസി മേഖലയിൽ 111 സീറ്റുകളാണ് അവിടെയുള്ളത്. അവിടെയാണ് ഇത്തവണ പാർട്ടി അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. പശ്ചിമ ബംഗാളിലെ വികസനമാണ് അവരുടെ BJP മുൻനിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ സുരക്ഷ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമങ്ങൾ. നമുക്കറിയാം, RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഡോക്ടറുടെ അമ്മ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാനിഹട്ടിയിൽ മത്സരിക്കുന്ന രത്ന ദേവനാഥ്
അതേപോലെയുള്ള അങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ അവരെടുത്ത് കാണിക്കുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ ഏറ്റവും നിയമസമാധാനം തകർന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അതിനെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി തന്നെ പറഞ്ഞു, കേന്ദ്ര സർക്കാരും നിങ്ങൾ ജയിപ്പിച്ചാൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരും ചേർന്ന് പശ്ചിമ ബംഗാളിനെ ഉന്നതിയിലേക്ക് എത്തിക്കും. നിങ്ങൾ പലതവണ കോൺഗ്രസിന് അവസരം കൊടുത്തു, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസരം കൊടുത്തു, നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് അവസരം കൊടുത്തു, നിങ്ങൾ BJPക്ക് അവസരം തരും, BJP പശ്ചിമ ബംഗാളിനെ പുരോഗതിയിലേക്ക് നയിക്കാമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതേപോലെ തന്നെ മറുഭാഗത്ത് മമതാ ബാനർജിയും ശക്തമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. BJP ഹിന്ദി പാർട്ടിയാണ്, BJP വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. മോഡിയോടൊപ്പം അമിത്ഷായും അതുപോലെ തന്നെ പ്രമുഖ BJP നേതാക്കളൊക്കെ തന്നെ ക്യാമ്പയിൻ രംഗത്തുണ്ട്. പരസ്യമായ ക്യാമ്പയിൻ സമാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചരണമാണ് നടത്തുന്നത്. 29-ാം തീയതി നാളെ പശ്ചിമ ബംഗാളിന്റെ വിധി എഴുതും, 2ാം ഘട്ട പോളിംഗ് നടക്കും. ഇപ്പോഴും BJP തങ്ങൾക്ക് ജയിക്കാൻ കഴിയും. 1ാം ഘട്ട വോട്ടെടുപ്പിൽ തങ്ങൾ 90 സീറ്റിലധികം നേടും. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു 65-70 സീറ്റ് വരെ നേടാൻ കഴിയും എന്നാണ് BJP വിശ്വസിക്കുന്നത്.